പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ കുറേ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ക്വാണ്ടിറ്റി സർവേസിന്. എഫിഷ്യന്റ് കോസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി സർവേയിൽ ആരാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഉള്ളത് അത് ഡിസൈൻ ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. പിന്നെ ഡിസൈൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു എഫിഷ്യന്റ് കോസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഡിസൈൻ ചെയ്യുക, അത് എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതിൽ വരുമ്പോൾ അത് പിന്നെ പല ഫാക്ടേഴ്സിലും ഡിപ്പെൻഡഡ് ആണ്. ഇപ്പൊ വലിയൊരു ഹ്യൂജ് പ്രോജക്റ്റ് പിന്നെ അല്ലെങ്കിൽ വലിയ ഹ്യൂജ് ഡെവലപ്പേഴ്സ് ആണെങ്കിൽ പിന്നെ അവർക്കൊരു കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും എല്ലാ പ്രോജക്ട്സും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവർക്ക് എത്രമാത്രം ടേൺ ഓവർ ഉണ്ട്, എത്ര പ്രോജക്ട്സ് ഉണ്ട്, അതിന്റെ എല്ലാം അനുസരിച്ചിരിക്കും ഒരു സ്ട്രാറ്റജി അവർ ഡിസൈൻ ചെയ്യുന്നതും ഇംപ്ലിമെന്റ് ചെയ്യുന്നതും. അപ്പൊ അതില് ഈ കമേഴ്ഷ്യൽ അല്ലെങ്കിൽ കോൺട്രാക്ട്സിന്റെ ടോപ്പ് ഹെഡ് ആയിട്ട് ഇരിക്കുന്ന ആൾക്ക് അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഇപ്പം പിന്നെ കുറെ പ്രോജക്ട്സ് ഉണ്ട്, അവർക്ക് നല്ല ഈ റവന്യൂ ജനറേഷൻ ഒക്കെ ഉണ്ട് എന്ന് വരികയാണെങ്കിൽ നല്ലൊരു പിന്നെ കമേഴ്ഷ്യൽ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്ത് നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്ത് ആ ഒരു ടീം തന്നെ പിന്നെ ഈ ഒരു പ്രോസസ്സ് മാനേജ് ചെയ്യും. കമേഴ്ഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ കോസ്റ്റ് മാനേജ്മെന്റ് മാനേജ് ചെയ്യും. ഇനിയല്ല പിന്നെ അത്ര വലിയ ഹ്യൂജ് ഡെവലപ്പർ അല്ല, ഒരു അത്യാവശ്യം ഉള്ള ഡെവലപ്മെന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ, അങ്ങനെയുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവര് ഔട്ട്സോഴ്സ് ചെയ്യും. പിന്നെ ഇൻഹൗസ് ടീമിനെ വെക്കാതെ, കാരണം ഇൻഹൗസ് ടീമിനെ വെക്കുമ്പോൾ ചിലപ്പം പിന്നെ അവരെ റിക്രൂട്ട്മെന്റ് ചാർജസും മറ്റുള്ള അവരെ ഇപ്പം പുറമേയുള്ള കൺട്രീസിലൊക്കെ ആണെങ്കിൽ അവർ വിസ മറ്റുള്ള എക്സ്പെൻസസ്, ഗവൺമെന്റ് എക്സ്പെൻസസ് കാര്യങ്ങൾ അതൊക്കെ ഉണ്ടാവും. പിന്നെ അതൊക്കെ ബിയർ ചെയ്യണം. ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ഔട്ട്സോഴ്സിങ് ടീമാണെങ്കിൽ അങ്ങനെയുള്ള കുറെ കോസ്റ്റുകൾ കുറക്കാൻ പറ്റും. പിന്നെ അങ്ങനെയുള്ള ഓരോ സ്ട്രാറ്റജി നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഔട്ട്സോഴ്സിങ് ആണെങ്കിൽ പിന്നെ ഓഫീസ് സ്പേസിന്റെ കാര്യങ്ങളൊക്കെ വരുന്നില്ല. ഇൻഹൗസ് ടീം ആണെങ്കിൽ ഓഫീസ് സ്പേസ് വേണം. പിന്നെ അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് അതിൽ ഇൻവോൾവ് ആണ്. പിന്നെ മാനേജ്മെന്റ് സ്ട്രാറ്റജിയിൽ വരികയാണെങ്കിൽ ടെൻഡറിങ്, പിന്നെ ഇപ്പം കോൺട്രാക്ടേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏത് പ്രോജക്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, പിന്നെ ഏതാണ് മോസ്റ്റ് കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രോജക്ട്സ് എന്നെല്ലാം ഉള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് സ്റ്റഡി ചെയ്ത് അതിന്റെ പ്രോപ്പർ അഡ്വൈസ് കൊടുക്കുക ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്. ഇങ്ങനെയുള്ള സ്ട്രാറ്റജി ഒക്കെ പിന്നെ ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു ക്വാണ്ടിറ്റി സർവേയർ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ മാനേജർ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. ഓക്കെ, ക്വാണ്ടിറ്റി സർവേയിൽ തന്നെ നമ്മൾ അഡ്വാൻസ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ മെഷേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ഓക്കെ, അഡ്വാൻസ്മെന്റിൽ വരികയാണെങ്കിൽ ഇപ്പം ഒരു ക്വാണ്ടിറ്റി സർവേയറെ സംബന്ധിച്ചിടത്തോളം ആസ് ആൻ ഇൻഡിവിജ്വൽ വളരെ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണ്. അപ്പോൾ നമുക്ക് അത്രയും നല്ല സ്കിൽസും പിന്നെ എഫിഷ്യൻസിയും നോളജൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് എവിടെയും കോമ്പീറ്റ് ചെയ്ത് ഒരു നല്ലൊരു പൊസിഷൻ നേടാനും അതിന്റെ പിന്നെ ഫർദർ പ്രോഗ്രഷനിലേക്ക് പോകാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതില് നല്ല മോട്ടിവേഷനോടുകൂടി പിന്നെ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് നമ്മുടെ ആ സ്കില്ല് എലിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ എപ്പോഴും ട്രൈ ചെയ്യണം. എന്നിട്ട് ആ കരിയർ അഡ്വാൻസ്മെന്റിലേക്ക് പോകണം. അപ്പൊ അതിന് ഇതുപോലുള്ള കാർബൺ ബ്ലൂ ഗ്ലോബൽ അതുപോലെ എൻട്രി പോലുള്ള പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് സ്കിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ക്വാണ്ടിറ്റി സർവേയിങ് അതുപോലെ പ്രൊഫഷണൽ മെമ്പർഷിപ്സ് ഒക്കെ നേടുന്നതിനും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ നല്ലൊരു ഹൈ ലെവൽ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് ആണ് ഇപ്പം ക്ലയൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം നല്ലൊരു സാലറി ഒക്കെ നമ്മളിപ്പോ ഏതൊരു ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഒരു ജോബിന് നോക്കാൻ സ്വാഭാവികമായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നത് നല്ലൊരു ബെനിഫിറ്റ്സ്, സാലറി, നല്ല പിന്നെ മറ്റുള്ള ബെനിഫിറ്റ്സ് ഒക്കെ, അലവൻസും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ അങ്ങനെയുള്ള ഇത് പിന്നെ കിട്ടണമെങ്കിൽ ആ ഒരു കൊടുക്കുന്ന ക്ലയന്റും അങ്ങനെയുള്ള ഒരു സർവീസ് ആയിരിക്കുമല്ലോ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ലെവലിലേക്ക് നമ്മുടെ പിന്നെ സർവീസസ്, നമ്മുടെ സ്കില്ല് പോണെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങും പിന്നെ ക്വാളിഫിക്കേഷനും നേടേണ്ടതുണ്ട്. റാപ്പിഡ് urbanization ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണല്ലോ ഇപ്പൊ നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരുമ്പോൾ ക്വാണ്ടിറ്റി സർവേയിങ് എന്തുകൊണ്ടാണ് അവിടെ ഒരു ക്രൂഷ്യൽ റോള് പ്ലേ ചെയ്യുന്നത്? അതെ, കറക്റ്റാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോ
അർബനൈസേഷൻ ഡെവലപ്മെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് സിറ്റികൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു, ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, പിന്നെ മറ്റുള്ള ഫെസിലിറ്റീസ്, കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു. അർബനൈസേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ആയിരിക്കും. അപ്പൊ ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് മിക്കവാറും ഗവൺമെന്റ് പ്രോജക്ട്സ് ആയിരിക്കുമല്ലോ. അപ്പൊ അതിൽ ഈ ഗവൺമെന്റ് പ്രോജക്ട്സ് കൂടുതലും അവാർഡ് ചെയ്യുന്നത് പിന്നെ റീമെഷേർഡ് കോൺട്രാക്ട് ബേസിലായിരിക്കും. ഞാൻ എൻ്റെ മുമ്പുണ്ടായ ക്ലാസ്സുകളിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ റീമെഷേർഡ് കോൺട്രാക്ട്സ് ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് ആ കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കിട്ടുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു റോഡിന്റെ വർക്ക് നമുക്ക് എടുക്കാം. ഇപ്പൊ ഒരു 10 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റോഡ്, അതൊരു ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ആണ്. നമ്മൾ ഈ ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് ഉണ്ട്. ലംസം കോൺട്രാക്ട്സ് ഉണ്ട്, റീമെഷർഡ് കോൺട്രാക്ട്സ് ഉണ്ട്, കോസ്റ്റ് പ്ലസ് കോൺട്രാക്ട്സ് ഉണ്ട്. അപ്പൊ ഈ ലംസം കോൺട്രാക്ട്സ് ഉദ്ദേശിക്കുന്നത് പിന്നെ ആ പ്രോജക്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഡ്രോയിങ്സും സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ കോൺട്രാക്ടർക്ക് കിട്ടുന്നു. ആ കോൺട്രാക്ടർ പിന്നെ ക്ലയന്റിനോട് കമ്മിറ്റ് ചെയ്യുന്നു, ഈ ഡ്രോയിങ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ പ്രകാരം ഞാൻ ഇത്ര എമൗണ്ടിന്, ഇത്ര ക്രോർസ് അല്ലെങ്കിൽ ഇത്ര പിന്നെ ലാക്സിന് ഞാൻ ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് തരാമെന്ന് കമ്മിറ്റ് ചെയ്യുന്നു, കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു, ലംസം. അതേസമയം റീമെഷർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അപ്രോക്സിമേറ്റ് ഈ സംഭവങ്ങളൊക്കെ കൊടുക്കും. ഓക്കെ, ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രോയിങ്സും സ്പെസിഫിക്കേഷൻസും ബിൽ ഓഫ് ക്വാണ്ടിറ്റീസും ഒക്കെ കൊടുക്കും. പക്ഷേ ലംസം കോൺട്രാക്ട് ബേസിലായിരിക്കില്ല, അത് റീമെഷേർഡ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർക്ക് പിന്നെ മെഷർ ചെയ്തിട്ടായിരിക്കും ഫൈനൽ പേയ്മെന്റ് കോൺട്രാക്ടർക്ക് കൊടുക്കുക. അതേസമയം നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഒരു 100 കോടിയുടെ പ്രോജക്റ്റ് ആണ് ലംസമായിട്ട് കോട്ട് ചെയ്തതെങ്കിൽ ആ 100 കോടി കോൺട്രാക്ടർ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിനാൽ അയാൾക്കത് കിട്ടും. അതേസമയം റീമെഷേർഡ് ആണെങ്കിൽ ചിലപ്പം ആ ഒരു 100 കോടി ആയിരിക്കും അപ്രോക്സിമേറ്റ് ബജറ്റ് ആയിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടാവുക കോൺട്രാക്ടർ. പക്ഷെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു 105 കോടിയാവാം, ചിലപ്പോൾ ഒരു 95 കോടിയാവാം. അത് ആ എത്ര വർക്ക് ചെയ്തോ അതിനനുസരിച്ചായിരിക്കും പേയ്മെന്റ് കിട്ടുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ റീമെഷേർഡ് കോൺട്രാക്ട്സിന് ക്വാണ്ടിറ്റി സർവേസിന്റെ റോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ കൂടുതൽ QS വേണ്ടി വരും, നല്ല എഫിഷ്യൻസി വേണ്ടി വരും. അപ്പൊ അതിന് പിന്നെ ഇങ്ങനെയുള്ള ഈ ക്വാണ്ടിറ്റി സർവേയിങ് സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെ ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് വർദ്ധിക്കുമ്പോൾ കൂടുതലും പിന്നെ നമ്മുടെ ഈ ക്വാണ്ടിറ്റി സർവേസിന് അവിടെ ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വരുന്നു, അവരെ ഇൻവോൾവ്മെന്റും കൂടുതൽ വരുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ട് പിന്നെ ബെനിഫിറ്റ്സും പാക്കേജസും കാര്യങ്ങൾ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും. ലാർജ് സ്കെയിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സിൽ നമ്മൾ ഈ കോസ്റ്റ് എഫിഷ്യൻസി എൻഷുർ ചെയ്യുന്നത് ആരാണ്? അഗെയിൻ സെയിം ക്വാണ്ടിറ്റി സർവേസ് തന്നെയാണ് കോസ്റ്റ് എഫിഷ്യൻസി എൻഷുർ ചെയ്യുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രക്ഷൻ ടീമിനും അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട്, പ്രോജക്ട് മാനേജ്മെന്റ് ടീമിനും ഇൻവോൾവ്മെന്റ് ഉണ്ട്. പക്ഷെ പിന്നെ കോസ്റ്റ് എഫിഷ്യൻസി പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീമെഷേർഡ് കോൺട്രാക്ട്സ് ആയിരിക്കും ഈ ലാർജ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിലൊക്കെ. അപ്പം കൃത്യമായിട്ട് ആ എത്ര വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മെഷർ ചെയ്യാം, അതിനനുസരിച്ചിരിക്കും കോൺട്രാക്ടേഴ്സിന് പേയ്മെന്റ് കൊടുക്കുക. അപ്പോൾ ആ ഒരു മെഷർമെന്റ് സ്കിൽസും ആക്യുറസിയും പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രോജക്റ്റിന്റെ കോസ്റ്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ ആക്യുറസി പിന്നെ അച്ചീവ് ചെയ്യാൻ കഴിയുള്ളൂ. ഈവൻ അതിന്റെ ഓരോ പേയ്മെന്റ് സ്റ്റേജിലും ഇന്ററിം ഓരോ മന്ത്ലി ബില്ലാണെങ്കിൽ തന്നെ ആ ഓരോ മാസം ചെയ്യുന്ന വർക്ക് മെഷർ ചെയ്തിട്ടായിരിക്കും കോൺട്രാക്ടർക്ക് പേയ്മെന്റ് കൊടുക്കുക. അപ്പൊ ആ ഒരു മെഷർമെന്റ് സ്കിൽസ് എന്നുള്ള ഒരു ഫാക്ടർ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ അത്രയും നല്ല സ്കിൽ ഡെവലപ്മെന്റ് സ്കിൽ ആവശ്യമാണ്, അല്ലെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ് ഇങ്ങനെയുള്ള ഈ പ്രോജക്ട്സ് ഒക്കെ ചെയ്യണമെങ്കിൽ. കാരണം ബിൽഡിംഗ് പ്രോജക്ട്സ് പോലെയല്ല ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ബിൽഡിംഗ് പ്രോജക്ട്സ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലംസം പ്രോജക്റ്റ് ആയിട്ട് അവാർഡ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. മെഷർമെന്റ് എന്നുള്ള ഫാക്ടർ അതിൽ കുറവാണ്. പിന്നെ ഈ കൂടുതലും ഐറ്റംസ് ആണ്. ഇപ്പൊ ഒരു ബിൽഡിംഗ് എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ബിൽഡിംഗ് പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ അതിൽ കുറെ ഐറ്റംസ് ഉണ്ടാവും, ഫിനിഷസും മറ്റുള്ള ഫിറ്റിംഗ്സും ഫേർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതേസമയം നമ്മളൊരു റോഡ് പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ റോഡ് ഇങ്ങനെ കിലോമീറ്ററുകളാണ് ഇങ്ങനെ ഇട്ട് പോവാന്നേ ഉള്ളൂ. സംഭവം ഒരേ സാധനമാണ്, ആസ്പാൾട്ട് അല്ലെങ്കിൽ ബിറ്റുമെൻ. പിന്നെ ഇത് കിലോമീറ്ററുകൾ കണക്കിന് ഇങ്ങനെ ഐറ്റംസ് കുറവാണ്, വോളിയം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ മെഷർമെന്റ്സ് എന്നുള്ള ഫാക്ടർ കൂടുതൽ വരുന്നത്.
പിന്നെ അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ ഡീറ്റെയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മെഷർ ചെയ്ത് പോകേണ്ട കാര്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു മെഷർമെന്റ് എന്നുള്ളത് ഫാക്ടർ കൂടുതൽ വരുന്നുണ്ട് ഈ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ്. ആ റോളും ക്യൂഎസിന്റെ റോളും കൂടുതലാണ്. ക്വാളിറ്റി ഓഫ് urban ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടിറ്റി സർവേയർ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റി ഓഫ് urban ലൈഫ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പിന്നെ ഇപ്പൊ സിറ്റി ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. ഓക്കെ, നമ്മുടെ ഗ്രാമങ്ങളിൽ പോലും ഇപ്പം നല്ല സംവിധാനങ്ങൾ, റോഡ്സ്, പിന്നെ ബ്രിഡ്ജസ്, കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മള് മെട്രോസിൽ എടുത്തു നോക്കുകയാണെങ്കിൽ പിന്നെ മെട്രോ റെയിൽവേസ്, ഓക്കെ, പിന്നെ എയർപോർട്ട്സ്, പുതിയ പുതിയ എയർപോർട്ട്സ് വരുന്നു, മെട്രോ റെയിൽവേസ് വരുന്നു. പിന്നെ ഇപ്പോ അങ്ങനെയുള്ള പ്രോജക്ട്സ് ഒക്കെ വരുമ്പോൾ ക്വാണ്ടിറ്റി സർവേസ് ആർ കോൺട്രിബ്യൂട്ടിംഗ് ഫോർ ദാറ്റ്. അപ്പൊ ആ പ്രോജക്റ്റിലൊക്കെ പിന്നെ ക്വാണ്ടിറ്റി സർവേയറിന്റെ റോള് ആവശ്യമാണ്. കോസ്റ്റ് മാനേജ്മെന്റ്, അതൊക്കെ വലിയ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ള പ്രോജക്ട്സ് ആയിരിക്കും. പിന്നെ ഇപ്പൊ ഒരു എയർപോർട്ട് എടുക്കുകയാണെങ്കിൽ ചിലപ്പം എന്താ പറയാ 100-200 കോടിയുടെ ഒക്കെ പ്രോജക്റ്റ് ആയിരിക്കും. അതും പോരാണ്ട് വരും. സോറി, എനിക്ക് തോന്നുന്നു 2000 കണ്ണൂർ എയർപോർട്ട് 2000 കോടിയുടെ എങ്ങനെ പ്രോജക്റ്റാണ്. അപ്പോ പിന്നെ ഈ മെട്രോ പോലുള്ള പ്രോജക്ട്സ് അങ്ങനെ ഈ വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഉള്ള പ്രോജക്റ്റാണ്. അപ്പൊ അതിലൊക്കെ പിന്നെ ആ ഒരു കോസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു സ്കില്ല്, കോസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം പിന്നെ പ്രത്യേകിച്ച് ഗവൺമെന്റ് പ്രോജക്ട്സ്, ഇതൊക്കെ ഗവൺമെന്റ് പ്രോജക്ട്സ് ആയിരിക്കും. അപ്പൊ അതില് കൂടുതലും ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സംഗതികളായിരിക്കും. അപ്പോൾ പിന്നെ അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി സർവേയർ ഒരു റോൾ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. ആ ഒരു ഹൈലി സ്കിൽഡും പിന്നെ ക്വാളിഫൈഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ക്യൂസ് ഒക്കെ ആവശ്യമാണ് അതിൽ. അപ്പൊ അതിന് ആ ഒരു പ്രോപ്പർ ട്രെയിനിങ്ങും ക്വാളിഫിക്കേഷനും ഒക്കെ ആവശ്യമുണ്ട്. പ്രോപ്പർ മെഷർമെന്റ്, മാനേജ്മെന്റ് സ്കിൽസ്, റിപ്പോർട്ടിംഗ് സ്കിൽസ്, മന്ത്ലി പിന്നെ കോസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ ആ റിപ്പോർട്ട്സ് എവിടെയാണ് ബജറ്റ്, പിന്നെ എത്ര ടോട്ടൽ കോസ്റ്റ് ഇതുവരെ ഇൻകർ ചെയ്തു, ഇനി വേറെ വല്ല അഡീഷണൽ കോസ്റ്റ് വന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ടൈം ടു ടൈം ക്ലയന്റിന്, അല്ലെങ്കിൽ ക്ലയന്റ് ആരായിരുന്നാലും, ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ക്ലയന്റ് ആയാലും ഡെവലപ്പർ ആയാലും ആരായാലും, അവർക്ക് പ്രോപ്പർ ടൈം ടു ടൈം റിപ്പോർട്ട് കൊടുക്കണം. കോസ്റ്റ് ബജറ്റിനേക്കാളും കൂടുതൽ പോവാണെങ്കിൽ തന്നെ അത് നമുക്ക് ചില ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതി ആയിരിക്കും. അത് പിന്നെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംഗതി തന്നെ ആയിരിക്കും. ചിലപ്പം ഈ എയർപോർട്ട് പ്രോജക്ട്സ് എന്നൊക്കെ പറയുന്നത് വലിയ ഹ്യൂജ് കുറെ പിന്നെ ടൈം ഫ്രെയിം ഉള്ള പ്രോജക്റ്റ് ആയിരിക്കും. 5-10 വർഷമൊക്കെ ഉള്ള പ്രോജക്റ്റ് ആയിരിക്കും ചിലപ്പോൾ. ചിലപ്പോൾ ആ സമയത്ത് മെറ്റീരിയൽസിന്റെയും ലേബർ പ്രൈസ് ഒക്കെ കൂടിയിട്ടുണ്ടാവും, പല സംഭവങ്ങളും നടന്നിട്ടുണ്ടാവും. അതൊക്കെ ഈ പ്രോജക്റ്റിന്റെ കോസ്റ്റിനെ ചിലപ്പം ബാധിക്കും. ഈ പ്രോപ്പർ കോൺട്രാക്ച്വൽ ക്ലോസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചില മിക്ക കോൺട്രാക്റ്റിലും പിന്നെ ഇങ്ങനെയുള്ള പ്രൈസ് കൂടുകയാണെങ്കിൽ അതിന് കോൺട്രാക്ടർക്ക് അഡീഷണൽ കോസ്റ്റ് എൻടൈറ്റിൽമെന്റ് ഉണ്ടാവില്ല എന്നുള്ള ക്ലോസുകളൊക്കെ ഉണ്ടാവും. ചില കോൺട്രാക്ടേഴ്സ് അത് എഗ്രി ചെയ്യൂല അങ്ങനെയുള്ള ക്ലോസുകൾ. അപ്പൊ അവർക്ക് ഈ പിന്നെ ഓൺ ദ കോഴ്സ് ഓഫ് ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്ട് ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് പ്രൈസും എക്സ്കലേഷൻസ്, കാര്യങ്ങൾ, ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ, ഇപ്പം പിന്നെ ഒരു സ്റ്റീലിന്റെ പ്രൈസ് അല്ലെങ്കിൽ സിമെന്റിന്റെ പ്രൈസ് ഒക്കെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ ചിലപ്പം ഇൻക്രീസ് ചെയ്യാം, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഒക്കെ വരാം. അപ്പൊ അന്നേരം കോൺട്രാക്റ്റിൽ അങ്ങനെ ക്ലോസ് ഒക്കെ ഉണ്ടെങ്കിൽ കോൺട്രാക്ടർ ക്ലെയിം സബ്മിറ്റ് ചെയ്യും, അഡീഷണൽ കോസ്റ്റ് ഇൻവോൾവ് ആവും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത സംഗതികളായിരിക്കും. പ്രോജക്ട് നിർത്തിവെച്ചിട്ട് കോൺട്രാക്ടറോട് പറയാൻ പറ്റില്ല നമുക്കിനി ആവശ്യമില്ല. അതൊക്കെ വലിയ ഹ്യൂജ് ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള സംഗതികൾ ടൈം ടു ടൈം ക്ലയന്റിനെ റിപ്പോർട്ട് ചെയ്യാം. ക്ലയന്റ് ഇതാ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ട്, കോസ്റ്റ് കൂടുകയാണ്. അപ്പൊ അവർ അതിനനുസരിച്ചുള്ള പിന്നെ മെഷേഴ്സ് എടുക്കും. അഡീഷണൽ ബജറ്റ് പാസ്സാക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഗതികൾ ചെയ്യുക, വേറെ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരിക, ഷെയർസ് ഇഷ്യൂ ചെയ്യുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഐഡിയാസ് അവർ മുന്നോട്ട് വരും. അപ്പോ ഈ കോസ്റ്റ് റിപ്പോർട്ടിംഗ് എന്നുള്ളതും വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. അതൊക്കെയാണ് ക്യൂഎസിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. വളരെ ബേസിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഒരു ഫ്രഷറിനൊക്കെ അറിയാൻ താല്പര്യമുള്ള കാര്യമായിരിക്കും കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിലെ ആക്ച്വൽ റോൾ എന്താണ് ഒരു ക്വാണ്ടിറ്റി സർവേയറിന്റെ എന്നുള്ളത്. അത് എന്താണ്, നമ്മൾ ശരിക്കും ഒരു ക്വാണ്ടിറ്റി സർവേയർ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണെന്നുള്ളത് ഒന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും. ഇപ്പം മെയിൻ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി സർവേയറിന്റെ റോൾ എന്ന് പറയുന്നത് മെഷർമെന്റ് ഒരു കാര്യമായ ഒരു ഫാക്ടറാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതൊരു നമ്മളൊരു സംഗതിക്ക് പോവുകയാണെങ്കിലും ക്വാണ്ടിറ്റി എന്നുള്ള ഒരു ഫാക്ടർ എവിടെയും വരുന്നുണ്ട്. നമ്മളൊരു പർച്ചേസിന് പോവുകയാണെങ്കിലും, പിന്നെ ഒരു
ഒരു എന്തിനു പോവാണെങ്കിലും ഒരു മെഷർ അവിടെ വരുന്നുണ്ട്. ഇപ്പൊ ഒരു യാത്ര പോവാണെങ്കിൽ തന്നെ എത്ര കിലോമീറ്റർ ഉണ്ടാവും ആ യാത്ര. ഒരു മീറ്റിങ്ങിന് നമ്മൾ പോവാണെങ്കിൽ എത്ര മണിക്കൂർ ഉണ്ടാവും ആ മീറ്റിംഗ്. അതിനനുസരിച്ച് നമ്മൾ ടൈം മാനേജ് ചെയ്യും. അപ്പൊ എവിടെയും ഒരു മെഷർമെന്റ് എന്നുള്ളൊരു ഫാക്ടർ നമ്മുടെ ലൈഫിൽ എവിടെ വന്നു കഴിഞ്ഞാലും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ടൈം ഏജ് ആണെങ്കിൽ തന്നെ ഇത്ര ഏജ്, സ്കൂളിലെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കോളേജ് എഡ്യൂക്കേഷൻ, ഇത്ര ഗ്രേഡ്, ഇത്ര ക്ലാസ്, പിന്നെ റാങ്കിങ്, ഇങ്ങനെയുള്ള മെഷർമെന്റ് എന്നുള്ള ഒരു ഫാക്ടർ നമ്മൾ ത്രൂ ഔട്ട് ലൈഫ് എവിടെയും ഒരു സംഗതിയാണ്. അപ്പം ആ ഒരു മെഷർമെന്റിനാണ് ഈ ഒരു ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ള ജോബിന്റെ ആയാലും പ്രൊഫഷൻ ആയാലും വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ എത്രമാത്രം സ്കിൽഡ് ആണെന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ മറ്റുള്ള കാപ്പബിലിറ്റീസ്. ഇപ്പം പിന്നെ കോസ്റ്റ് നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്ന ഉള്ളതിന്റെ ഉദ്ദേശിക്കുമ്പോൾ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഓരോ ഐറ്റംസും പിന്നെ എത്ര വേണം, അതിന് എത്ര റേറ്റ് വേണം, ഓക്കെ. പിന്നെ ഒരു കോൺക്രീറ്റ് ഇത്ര ക്വാണ്ടിറ്റി വേണം, അതിന് ഇത്ര റേറ്റ്. പിന്നെ ടൈൽസ് ഇത്ര വേണം, ഗ്ലാസ് ഇത്ര വേണം, അതിന്റെ ഇത്ര റേറ്റ്. അങ്ങനെ ഓരോ ഐറ്റവും മെഷർ ചെയ്തിട്ട് റേറ്റ് ഇട്ടിട്ട് എമൗണ്ട് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ടോട്ടൽ പിന്നെ പ്രോജക്റ്റിന്റെ കോസ്റ്റ് നിർണ്ണയിക്കുന്നത്. ആ കോസ്റ്റിന്റെ ബേസിലായിരിക്കും പിന്നെ ആ ഡ്രോയിങ്സും ഡിസൈനും നമ്മള് പിന്നെ ഏതിന്റെ ബേസിലാണോ ആ കോസ്റ്റ് പ്രിപ്പയർ ചെയ്തത്, ഡ്രോയിങ്സ്, ഡിസൈന്, സ്പെസിഫിക്കേഷൻസ്, ഇതിനനുസരിച്ചായിരിക്കും നമ്മൾ കോസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഈ ഡ്രോയിങ്സും സ്പെസിഫിക്കേഷൻസും കോസ്റ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കോൺട്രാക്ട് ഫോം ചെയ്തത്. കോൺട്രാക്ടറും ക്ലയന്റും തമ്മിലുള്ള കോൺട്രാക്ട്. പിന്നെ ആ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ആണ് വർക്ക് കോൺട്രാക്ടർ തുടങ്ങുന്നത്. അപ്പൊ ഈ പിന്നെ കോൺട്രാക്ടർ വർക്ക് തുടങ്ങുന്നു, മന്ത്ലി പിന്നെ ഓരോ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നു. ഒരു 2 ഇയേഴ്സിന്റെ പ്രോജക്റ്റ് ആണെങ്കിൽ പ്രോഗ്രസ് ചെയ്യുന്നു. ഓരോ മാസവും ഇത്ര വർക്ക് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനനുസരിച്ച് പേയ്മെന്റ് ക്ലയന്റ് കോൺട്രാക്ടർക്ക് കൊടുക്കുന്നു. കോൺട്രാക്ടർ സബ് കോൺട്രാക്ടേഴ്സിന് പേയ്മെന്റ് ചെയ്യുന്നു. പിന്നെ അവര് ഇതിനോടനുബന്ധിച്ചിട്ട് കുറെ പിന്നെ സപ്ലയേഴ്സ് ഉണ്ടാവും, കുറെ പണിക്കാർ, കുറെ വർക്കേഴ്സ്, പിന്നെ കുറെ എക്യുപ്മെന്റ്സ്. ഇതെല്ലാം കൂടി ഈ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അപ്പം ഇതിലൊക്കെ ഈ ഒരു ക്വാണ്ടിറ്റി സർവേയർ റോള് പിന്നെ വരുന്നുണ്ട്. അപ്പൊ ആ ബേസിക് റോൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സ്റ്റാർട്ടിങ് പിന്നെ ഇപ്പൊ ഞാനൊക്കെ എന്റെ പ്രൊഫഷൻ തുടങ്ങിയത് പിന്നെ ക്വാണ്ടിറ്റി നമ്മൾ ഡ്രോയിങ്സ് തരും, ആ ഡ്രോയിങ്സ് വെച്ചിട്ട് പിന്നെ ക്വാണ്ടിറ്റി എടുക്കുക, എന്നിട്ട് ടെൻഡറിങ് മാനേജർക്ക് കൊടുക്കുക. അയാൾ അത് വെച്ചിട്ട് പിന്നെ റേറ്റ് ഒക്കെ ഇട്ടിട്ട് എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. അങ്ങനെയാണ് ടെൻഡർ സബ്മിറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ആ ടെൻഡർ സബ്മിറ്റ് ചെയ്ത ടെൻഡറിന്റെ ബേസിലായിരിക്കും നമുക്ക് പ്രോജക്റ്റ് അവാർഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സംഗതിയിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്വാണ്ടിറ്റി സർവേസിന്റെ ആ ഒരു ബേസിക് റോള് പിന്നെ എന്തൊക്കെയാണെന്നുള്ളത്. പ്രൊജക്ട് കോസ്റ്റ് എസ്റ്റിമേഷനിൽ വരുമ്പോൾ ഒരു ക്വാണ്ടിറ്റി സർവേയർ ലൈക് ഡിഫറെന്റ് മെത്തേഡ്സ് ഓപ്റ്റ് ചെയ്യാറുണ്ട്. അത് എന്തൊക്കെ മെത്തേഡ്സ് ആണെന്ന് പറയാൻ പറ്റും? നമ്മൾ ക്വാണ്ടിറ്റിയുടെ കാര്യം പറഞ്ഞു. ഈ ക്വാണ്ടിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാൻ ഓരോ മെത്തേഡ്സ് ഉണ്ട്. ഇപ്പം പിന്നെ മെത്തേഡ് ഓഫ് മെഷർമെന്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് മെത്തേഡ്. ഇപ്പൊ എങ്ങനെയാണ് ഒരു ഐറ്റം മെഷർ ചെയ്യേണ്ടത്? ഇപ്പൊ കോൺക്രീറ്റ് എങ്ങനെ മെഷർ ചെയ്യണം? പിന്നെ വോളിയമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കത് ഒരു സ്ക്വയർ മീറ്ററിൽ മെഷർ ചെയ്യാൻ പറ്റില്ല കോൺക്രീറ്റ്. ഓക്കെ, അപ്പം ലെങ്ത്, ബ്രെഡ്ത്ത്, ഡെപ്ത്, പിന്നെ 3 ഡയമെൻഷനാണ് വോളിയം. അത് എന്നിട്ടാണ് അതിന് ഇത്ര ആ ക്യൂബിക് മീറ്ററിനാണ് പിന്നെ നമ്മൾ പ്രൈസ് ഇടുന്നത് കോസ്റ്റിംഗ് ചെയ്യുമ്പോൾ. അതേസമയം ഒരു ടൈൽസ് നമ്മൾ വോളിയത്തിലല്ല മെഷർ ചെയ്യുന്നത്. ടൈൽസ് സ്ക്വയർ മീറ്ററിലാണ്. ഇത്ര മീറ്റർ വീതി, ഇത്ര മീറ്റർ നീളം, എന്നിട്ട് എത്ര സ്ക്വയർ മീറ്റർ എന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഒരു ബെഡ്റൂമിനേക്കോ അല്ലെങ്കിൽ ബാത്റൂമിനേക്കോ പിന്നെ അല്ലെങ്കിൽ ലോബി ഇന്ന സ്ഥലത്തിലേക്ക് ടൈൽസ് ഇത്ര സ്ക്വയർ മീറ്റർ വേണമെന്ന് ക്വാണ്ടിറ്റി ചെയ്യുന്നത്. അതേസമയം നമുക്ക് വേറൊരു ഐറ്റം എടുക്കാം, ഒരു പൈപ്പ് സ്ക്വയർ മീറ്ററിലോ മെഷർ ചെയ്യാൻ കഴിയില്ല, വോളിയത്തിലും മെഷർ ചെയ്യാൻ കഴിയില്ല. പൈപ്പ് ലീനിയർ മീറ്ററിലാണ് മെഷർ ചെയ്യുക. പക്ഷെ നമ്മൾ ആ BOQല് പൈപ്പിന്റെ ഡയമീറ്റർ എത്ര എഴുതും. അപ്പം ഒരു ബിൽഡിംഗ് പ്രോജക്റ്റ് എടുക്കുക, ഒരു വില്ല പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ പല ഡയമീറ്ററിലുള്ള പൈപ്പ് കാണും. ഇപ്പം പിന്നെ ഡ്രെയിനേജ് പൈപ്പിന്റെ പിന്നെ നമ്മൾ പുറത്തേക്ക് സെപ്റ്റിക് ടാങ്കിലൊക്കെ എടുക്കുന്ന പൈപ്പ് കുറച്ച് ഡയമീറ്റർ കൂടുതലുണ്ടാവും. അകത്ത് വാട്ടർ സപ്ലൈക്കും പിന്നെ ഡ്രെയിനേജ് ഇന്റേണൽ ഡ്രെയിനേജ് ലൈൻസിന്റെ പൈപ്പിന്റെ ഡയമീറ്റർ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ആ ഓരോ ഡയമീറ്ററിന് എത്ര റേറ്റ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ BOQ, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിൽ ആ പിന്നെ ഏത് ടൈപ്പ് പൈപ്പാണ്, ഇപ്പൊ PVC പൈപ്പ് ഇത്ര ഡയമീറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന സ്പെസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇന്ന പിന്നെ UPVC ആണോ അല്ലെങ്കിൽ GI പൈപ്പാണോ പിന്നെ ഏത് പൈപ്പാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ട് ഇത്ര മീറ്റർ ക്വാണ്ടിറ്റി ഇട്ടിട്ടാണ്
പിന്നെ ആ ക്വാണ്ടിറ്റിക്ക് റേറ്റ് ഇട്ടിട്ടാണ് എമൗണ്ട് കണ്ടുപിടിക്കുന്നത്. അതേസമയം കോൺക്രീറ്റ് ആണെങ്കിൽ ഇപ്പം പിന്നെ സൂപ്പർ സ്ട്രക്ചർ കോൺക്രീറ്റ് സ്ലാബ്, പിന്നെ അല്ലെങ്കിൽ ബീമിന് ഇത്ര പിന്നെ C40 ഗ്രേഡ് പിന്നെ കോൺക്രീറ്റ്, പിന്നെ ഇത്ര ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് സ്ട്രെങ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടാണ് ഇത്ര ക്യൂബിക് മീറ്റർ കോൺക്രീറ്റ് ക്വാണ്ടിറ്റി കൊടുത്തിട്ടാണ് അത് പ്രൈസ് ചെയ്യുന്നത് കോൺക്രീറ്റ്. അതേസമയം പിന്നെ ടൈൽസ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ന ടൈല് 60x60 ടൈല്, പിന്നെ വിട്രിഫൈഡ് സിറാമിക് ടൈല്, പിന്നെ ഇത്ര മില്ലിമീറ്റർ തിക്നെസ്, ഏത് ടൈപ്പാണ്, ഗ്ലോസി ആണോ പിന്നെ മാറ്റ് ടൈലാണോ എന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇത്ര സ്ക്വയർ മീറ്റർ എന്ന് അതിൽ കൊടുത്തിട്ട് കോൺട്രാക്ടർ അതിൽ റേറ്റ് ഇടുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ ഐറ്റംസും ഇപ്പം ലൈറ്റ് മെഷർ ചെയ്യുക പിന്നെ നമ്പറിലായിരിക്കും. അതുപോലെ തന്നെ ഈ സാനിറ്ററി വെയർസ് അത് മെഷർ ചെയ്യുക നമ്പറിലായിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ ഐറ്റംസും ഡിഫറെന്റ് യൂണിറ്റിലായിരിക്കും മെഷർ ചെയ്യുക. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ മെത്തേഡ് ഓഫ് മെഷർമെന്റ്സ് അറിയണം. അപ്പൊ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ ഈ ക്വാണ്ടിറ്റി സർവേയിൽ വരുന്നത്. മെത്തേഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൈസിങ് മെത്തേഡ്സ് അറിയണം. പിന്നെ നമ്മളൊരു ഐറ്റം റേറ്റ് കോട്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് ആ റേറ്റ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. പിന്നെ ഫോർ എക്സാമ്പിൾ ഒരു കോൺക്രീറ്റിന്റെ റേറ്റ് ഇടുകയാണെങ്കിൽ അതിന് കോൺക്രീറ്റ് മെറ്റീരിയലിന്റെ റേറ്റ് വേണം. ഓക്കെ, പിന്നെ അത് പോർ ചെയ്യാനുള്ള ലേബറിന് കൊടുക്കുന്ന റേറ്റ് ഇടണം. അതിന്റെ ചിലപ്പം മെറ്റീരിയലിന് വേസ്റ്റേജ് ഉണ്ടാവും, ആ വേസ്റ്റേജ് ആഡ് ചെയ്യണം അതിന്റെ റേറ്റ്. ചിലപ്പം വലിയ ഹൈ റൈസ് ബിൽഡിംഗ് ആണെങ്കിൽ പമ്പ് വേണ്ടി വരും, പമ്പ് ചെയ്യാനുള്ള പ്രൈസ് ഇടണം. ചിലപ്പം നമ്മൾ പിന്നെ ചൂട് കാലത്താണ് ഇത് കോൺക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ടെമ്പറേച്ചർ കൺട്രോളിന് വേണ്ടിയിട്ട് ഐസ് ഇടേണ്ടി വരും, അപ്പൊ ഐസിന്റെ പ്രൈസ് ഇടണം. അങ്ങനെയുള്ള എല്ലാ എലമെന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു കോമ്പോസിറ്റ് റേറ്റ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രൈസിങ് അനാലിസിസിന്റെ മെത്തേഡ് എന്തെല്ലാം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ടെൻഡറിങ് മെത്തേഡ്സ് അറിഞ്ഞിരിക്കണം, എങ്ങനെയാണ് ടെൻഡറിങ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്സ് ടെൻഡറിങ് ആണ്, ഓപ്പൺ ടെൻഡറിങ് ഉണ്ട്, ക്ലോസ്ഡ് ടെൻഡറിങ് ഉണ്ട്, നെഗോഷിയേറ്റഡ് ടെൻഡറിങ് ഉണ്ട്, പ്രൊക്യൂർമെന്റ് ടൈപ്സ്, ട്രഡീഷണൽ ടൈപ്പ് പ്രൊക്യൂർമെന്റ് ഉണ്ട്, ഡിസൈൻ ആൻഡ് ബിൽഡ് പ്രൊക്യൂർമെന്റ് ഉണ്ട്, പിന്നെ ഈ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസൈൻ ആൻഡ് ബിൽഡ്. ഇങ്ങനെ പല മെത്തേഡ്സും ഇൻവോൾവ് ആണ്. അപ്പൊ അതൊക്കെ അറിയണമെങ്കിൽ ഇതുപോലുള്ള പ്രോപ്പർ ക്വാണ്ടിറ്റി സർവേയിങ് ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ട്. ആസ് എ ക്വാണ്ടിറ്റി സർവേ ഡേ ടു ഡേ ലൈഫിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ആണ് യൂസ് ചെയ്യുന്നത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്? കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ എക്സല് കുറെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഈ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാനും അതിന്റെ പ്രൈസിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ മന്ത്ലി പേയ്മെന്റ് ആപ്ലിക്കേഷൻസ് വാല്യുവേഷൻസ് ഉണ്ടാക്കാൻ, പിന്നെ എസ്റ്റിമേറ്റ്സും കാര്യങ്ങളും ഇങ്ങനെയുള്ള എല്ലാ സംഗതികൾക്കും നമ്മൾ കുറെ എക്സല് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓട്ടോകാഡ് യൂസ് ചെയ്യുന്നുണ്ട്, മെഷർമെന്റ്സ് ക്വാണ്ടിറ്റി എടുക്കാനൊക്കെ ഓട്ടോകാഡ് ഉപയോഗിക്കും. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബിം ഉപയോഗിക്കും. പിന്നെ ബിമിനെ കൊണ്ട് വേണമെങ്കിൽ ക്വാണ്ടിറ്റി എടുക്കാനുള്ള ഓട്ടോമാറ്റിക്കായിട്ട് ക്വാണ്ടിറ്റി ജനറേറ്റ് ചെയ്യാനും പറ്റും. അതിൽ കോൺക്രീറ്റും മറ്റുള്ള ഫിനിഷസ് ഉള്ള ഐറ്റംസ്, MEP ഐറ്റംസ് ഒക്കെ ക്വാണ്ടിറ്റീസും എടുക്കാൻ പറ്റും ബിമിൽ. അതുപോലെ കോസ്റ്റെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്, ക്വാണ്ടിറ്റി ടേക്ക് ഓഫിനും പ്രൈസിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ CCS ഉണ്ട്, കൺസ്ട്രക്ഷൻ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞിട്ട്, അത് പിന്നെ ടെൻഡറിങ്ങിനും എസ്റ്റിമേഷൻസിനും ഒക്കെ, പിന്നെ പേയ്മെന്റ് ആപ്ലിക്കേഷൻസ്, വാല്യുവേഷൻസിന്, പിന്നെ ഫൈനൽ അക്കൗണ്ട് ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എക്കണോക്സ് എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട് ഇതിന് പ്രോജക്ട് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രൈമവിര എന്നൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം മാനേജ്മെന്റിന് ഷെഡ്യൂളിങ്ങിനൊക്കെ പ്രൈമവിര ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസും ടെക്നോളജീസും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, വേരിയേഷൻ ആൻഡ് ചേഞ്ച് ഇൻ പ്രൊജക്ട് സ്കോപ്പ് ഒരു ക്വാണ്ടിറ്റി സർവേയർ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഓക്കെ, വേരിയേഷൻസ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പൊ ഒരു പ്രോജക്റ്റ് അവാർഡ് ചെയ്തതിനാൽ, കോൺട്രാക്ട് സൈൻ ചെയ്തതിനാൽ ആ ഒരു പിന്നെ ഡ്രോയിങ്സും സ്പെസിഫിക്കേഷൻസും ഒക്കെ പ്രകാരമായിരിക്കും നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഒരു പ്രോജക്റ്റിലെ ഒരു വില്ല പ്രോജക്റ്റ് ആണെന്ന് കൂട്ടിക്കോ. അപ്പൊ അതിന് ലോബിയിൽ പിന്നെ ഗ്രാനൈറ്റ് ആണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ഒറിജിനൽ ഡോക്യുമെന്റിൽ, ഒറിജിനൽ കോൺട്രാക്റ്റിൽ. അപ്പം പിന്നെ ക്ലയന്റിന് അത് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ മാർബിൾ ആക്കണം, അവർക്ക് കുറച്ച് പ്രൈസ് കൺട്രോൾ, കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് മാർബിൾ ആക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ഒരു പിന്നെ വേരിയേഷൻ നടക്കുകയാണ്. ഓക്കെ, അപ്പം പിന്നെ ഇത് കോൺട്രാക്ടർക്ക് ഇൻസ്ട്രക്ട് ചെയ്യുന്നു, പിന്നെ ഇങ്ങനെ എംപ്ലോയർ ക്ലയന്റ് ഇങ്ങനെ ഒരു ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, പിന്നെ അതിന് നിങ്ങൾ പിന്നെ ഇത്ര കോസ്റ്റ് സേവിങ് ഉണ്ട്, കോസ്റ്റ് കുറയുന്നുണ്ട്, അതിന് നിങ്ങൾ പിന്നെ കോസ്റ്റ് സേവിങ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ ഒറിജിനൽ കോൺട്രാക്ട് BOQല് ഗ്രാനൈറ്റ് ഫോർ എക്സാമ്പിൾ ഒരു
സ്ക്വയർ മീറ്ററിനൊരു മെറ്റീരിയലും ഇൻസ്റ്റോളേഷനും എല്ലാം അടക്കം ലെറ്റസ് ഒരു 500 രൂപ സ്ക്വയർ മീറ്ററിന് അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റിന് 500 രൂപയാണെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ മാർബിൾ ആക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു 350-400 വരുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് 100 രൂപ കുറയുകയാണ്. അപ്പൊ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് നോക്കിയിട്ട് അത്രയും എമൗണ്ട് ആ കോൺട്രാക്ട് പ്രൈസ് കുറയും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ വേരിയേഷൻ പിന്നെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ആ പിന്നെ മെഷർമെന്റ് ഒക്കെ ചെയ്ത് ആ റേറ്റ് എന്തൊക്കെയാന്ന് ഫൈനലൈസ് ചെയ്ത് കോൺട്രാക്ടറുമായിട്ട് എഗ്രി ചെയ്തിട്ടാണ് പിന്നെ റിവൈസ്ഡ് കോൺട്രാക്ട് സം എന്നും പറഞ്ഞിട്ട് ഡിറൈവ് ചെയ്യുന്നത്. അപ്പൊ എത്ര എമൗണ്ട് ടോട്ടല് പിന്നെ എത്ര 1-2 ലക്ഷം കുറയുന്നുണ്ടെങ്കിൽ 50 ലക്ഷം റുപ്യന്റെ ഒരു വീടാണെങ്കിൽ ഓക്കെ 2 ലക്ഷം കുറഞ്ഞു. അപ്പോൾ ഫൈനൽ അക്കൗണ്ട് നമ്മൾ എഗ്രി ചെയ്യുമ്പോൾ 48 ലക്ഷം ആയിട്ടായിരിക്കും സൈൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ രീതിയിലാണ് വേരിയേഷൻ പിന്നെ നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എത്രമാത്രം ഇത് കോൺട്രാക്ച്വലി നമ്മളത് പിന്നെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പിന്നെ അറിയില്ല. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലൊക്കെ എടുക്കുകയാണെങ്കിൽ കോൺട്രാക്റ്റിൽ ക്ലോസ് ഉണ്ടാവും ഇന്ന് വേരിയേഷൻ ചെയ്യാനും അതെങ്ങനെ പ്രോസസ് ചെയ്യണം എന്നുള്ള പിന്നെ അഡ്മിനിസ്റ്റർ ചെയ്യണം എന്നുള്ള കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിലാണ് വേരിയേഷൻ നമ്മൾ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ക്വാണ്ടിറ്റി സർവേയറിന് ഉണ്ടാകുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഞാൻ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ കോസ്റ്റ് കോൺട്രാക്ട് അഡ്മിനിസ്ട്രേഷൻ ഈ എല്ലാ മേഖലയിലും ക്യൂഎസിന് പിന്നെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഏതൊരു ക്ലയന്റ് ആണെങ്കിലും അവരെ പ്രൈമറി പിന്നെ ഫോക്കസ് അല്ലെങ്കിൽ ഒരു ക്രൂഷ്യൽ ഫാക്ടർ എന്ന് പറയുന്നത് കോസ്റ്റ് ആയിരിക്കും. അവര് പിന്നെ എത്രമാത്രം കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ കോസ്റ്റ് കുറച്ചുകൊണ്ട് ഹൈ ക്വാളിറ്റിയിൽ പിന്നെ വിതിൻ ദ ടൈമിൽ കംപ്ലീറ്റ് ചെയ്യാനായിരിക്കും അവരെ ഒരു മെയിൻ ഫോക്കസ്. മാനേജ് ചെയ്യാനുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള ക്യൂഎസ് ആവശ്യമാണ്. ഇപ്പോ പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ പിന്നെ കുറേ ഡെവലപ്മെന്റ്സ് നടക്കുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ക്വാണ്ടിറ്റി സർവേസിന്. അപ്പൊ അവർക്ക് പിന്നെ ആസ് എ ജൂനിയർ ക്യൂഎസ് അല്ലെങ്കിൽ ക്യൂഎസ് ലെവലിൽ ഒരു ജോയിൻ ചെയ്തിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് മിക്കവാറും ഈവൻ ഫ്രഷർ ആണെങ്കിൽ തന്നെ ഇവിടെ എല്ലാവരും ഇവിടെ മിഡിൽ ഈസ്റ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ഫ്രഷർ ആയിട്ടായിരിക്കും ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ കുറച്ചൊരു എക്സ്പീരിയൻസ് ഒക്കെ ആയി എക്സ്പോഷർ ഒക്കെ കിട്ടുവാണെങ്കിൽ ഫർദർ സീനിയർ ക്യൂഎസ് ലെവല് പിന്നെ കമേഴ്ഷ്യൽ മാനേജർ അല്ലെങ്കിൽ കോസ്റ്റ് മാനേജർ ലെവലിലൊക്കെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു മേഖലയാണ്. നല്ല സാലറി ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കറക്റ്റ് ക്വാളിഫിക്കേഷനും സ്കില്ലും അച്ചീവ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള എംപ്ലോയേഴ്സിനെ ജോബ് റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലൂടെ ഒക്കെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ജോലി നേടിയെടുക്കാനും അതിൽ പിന്നെ നല്ലൊരു ഹയർ ലെവലിലേക്ക് പ്രോഗ്രസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു മേഖലയാണ്. കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിന്റെ ഒരു ഓവറോൾ സക്സസിൽ ഒരു ക്വാണ്ടിറ്റി സർവേയുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം? ഓക്കെ, ഓവറോൾ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിൽ ക്വാണ്ടിറ്റി സർവേസിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അഗെയിൻ മെയിൻ ഫോക്കസ് ഈസ് പിന്നെ തന്നെയാണ് കോസ്റ്റ് ആൻഡ് കോൺട്രാക്ട്സ് മാനേജ്മെന്റ്. ഇപ്പോൾ കോസ്റ്റിനെ കുറിച്ച് ഞാൻ കുറെ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു. ഇപ്പൊ കോൺട്രാക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല കോൺട്രാക്ച്വൽ നോളജ് വേണം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എഗ്രി ചെയ്തു കോൺട്രാക്ടറുമായിട്ട്, അതിൽ കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തു, അതിൽ നിന്ന് പിന്നെ ഡീവിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ പിന്നെ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പിന്നെ എന്തെങ്കിലും വല്ല ഡിസ്ക്രിപ്പൻസീസ് ഇൻ ദ പ്രോജക്ട് ഡോക്യുമെന്റ്സ്. പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഡ്രോയിങ്ങിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ സിറാമിക് ടൈൽസ് കാണിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഒരു ബാത്റൂമിന്റെ ടൈൽസ് സിറാമിക് ടൈൽസ് ആണ്. അപ്പം BOQല് അത് ചിലപ്പം ടെറാസോ ടൈൽസ് ആയിട്ടായിരിക്കും പിന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. അത് വെച്ചിട്ടായിരിക്കും പ്രൈസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് പിന്നെ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്തു, എല്ലാം എഗ്രി ചെയ്തതിന് ശേഷം കോൺട്രാക്ടർ അത് സൈറ്റിൽ പണിയാൻ വേണ്ടി പോകുമ്പോഴാണ് ഡ്രോയിങ് കാണുന്നത് അത് സിറാമിക് ടൈലാണ്. പക്ഷെ അവർ പ്രൈസ് ചെയ്തത് ടെറാസോ ടൈലാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ലംസം കോൺട്രാക്ട് സൈൻ ചെയ്തു, ആ ഡ്രോയിങ് പ്രകാരമാണ് കോൺട്രാക്ടർ പ്രൈസ് ചെയ്ത് കോൺട്രാക്ട് എഗ്രി ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ കോൺട്രാക്ടർ പറയുമോ ഞാൻ റേറ്റ് കോട്ട് ചെയ്തത് ടെറാസോക്കാണ്, അപ്പൊ ഇപ്പം ഡ്രോയിങ്ങിലുള്ളത് പിന്നെ സിറാമിക് ടൈൽസ് ആണ്, എനിക്ക് എക്സ്ട്രാ എമൗണ്ട് എത്ര എന്നുള്ളത് അഡീഷണൽ കോസ്റ്റ് വേണം എന്ന് പറഞ്ഞിട്ട് അവർ വരികയാണെങ്കിൽ നമ്മൾ ആ ഒരു എഫിഷ്യന്റ് പിന്നെ ട്രെയിൻഡ് ക്യൂഎസ് ആണെങ്കിൽ നമ്മൾ അവിടെ പറയേണ്ടത് ഓക്കെ കോൺട്രാക്ടർ നിങ്ങളുടെ ഡ്രോയിങ്ങിൽ ഓൾറെഡി സിറാമിക് ടൈലാണ് കാണിച്ചിട്ടുള്ളത്, നിങ്ങൾ അത് പ്രകാരമാണ് കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ പിന്നെ ഈ അഡീഷണൽ കോസ്റ്റുമായിട്ട് ക്ലെയിമായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫൈ ചെയ്യാൻ കഴിയില്ല, അപ്രൂവ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ അതിനൊരു ഡിസ്പ്യൂട്ടിന് ചാൻസ് ഉണ്ട്. അപ്പം
അത് അങ്ങനെയുള്ള ആ ഡിസ്പ്യൂട്ട്സ് ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യണം വിതിൻ ദ കോൺട്രാക്ട് കണ്ടീഷൻസ് എന്നൊക്കെ കാര്യങ്ങളൊക്കെ അഡ്മിനിസ്റ്റർ ചെയ്യണമെങ്കിലൊക്കെ കോൺട്രാക്ട് സർവേസിന്റെ റോള് വളരെ ക്രൂഷ്യലാണ്. അവിടെയാണ് നമ്മുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള ഒരു ഫാക്ടർ വരുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റി സർവേയിങ്ങിന്റെ കോൺസെപ്റ്റ്സ് പഠിക്കുന്നതിലൂടെയും അത് മനസ്സിലാക്കുന്നതിലൂടെയും നമ്മുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ എത്രത്തോളം നമ്മുടെ കരിയർ അഡ്വാൻസ് ചെയ്യാൻ പറ്റും? ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറഞ്ഞത് പിന്നെ നമ്മുടെ ഈ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഏത് എഞ്ചിനീയറിംഗ് മേഖലയാണെങ്കിലും ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെഡിസിൻ ഫീൽഡ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഓരോ മേഖലക്കും ഓരോ സ്പെഷ്യലിസ്റ്റുകളുണ്ട്. ഇപ്പം പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞ ഒരു MBBS ഒരു ഡോക്ടർ, അയാൾ തന്നെ എല്ലാ രോഗങ്ങൾക്കും ചികിത്സിക്കുന്നത്. അതേസമയം ഇപ്പോഴത്തെ കാലത്ത് വരികയാണെങ്കിൽ ഇപ്പൊ കണ്ണിനൊരു ഡോക്ടർ, മൂക്കിനൊരു ഡോക്ടർ, പല്ലിനൊരു ഡോക്ടർ, പല അവിടുന്നും പോയി ഇപ്പം ഹാർട്ടിനൊരു ഡോക്ടർ, ഇപ്പൊ ഓരോ അവയവങ്ങൾക്കും ഡോക്ടർ എന്നുള്ളൊരു അവസ്ഥയിലെത്തി. കാർഡിയോളജി എന്ന് വേണ്ട പല പല മേഖലകളും വന്നു. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ കൺസ്ട്രക്ഷൻ എടുക്കുകയാണെങ്കിലും ഓരോ എലമെന്റ്സിനും ഓരോ സ്പെഷ്യലൈസേഷൻ വന്നു. അതുപോലെ തന്നെയാണ് ഈ ക്വാണ്ടിറ്റി സർവേയിങ് സ്പെഷ്യലൈസേഷനും വരുന്നത്. കരിയർ അഡ്വാൻസ്മെന്റ് പറയുകയാണെങ്കിൽ നമ്മളിപ്പം നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിതിയാണ് നോക്കുകയാണെങ്കിൽ BTech ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ BE ഗ്രാജുവേറ്റ് ആയിട്ട് വരുന്നു. നോർമലി പറയുകയാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിലേക്ക് ഒരു സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ പ്രോജക്ട് എഞ്ചിനീയർ അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും മിക്കവാറും സൈറ്റ് സൂപ്പർവൈസർ ഒക്കെ ആയിട്ടായിരിക്കും ഒരു കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടാവാം. അതേസമയം നമ്മുടെ ഈ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു സ്പെഷ്യലൈസേഷൻ ഫീൽഡാണ്. അവർ കുറച്ചും കൂടെ സ്പെഷ്യലൈസ് ചെയ്യുന്നത് കോസ്റ്റ്, കോൺട്രാക്ട്സ്, കമേഴ്ഷ്യൽ ഈ ഒരു മേഖലയിലാണ്. അപ്പൊ അതിന് നല്ല കരിയർ അഡ്വാൻസ്മെന്റ് ഉണ്ട്. നമ്മുടെ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ സ്പെഷ്യലൈസേഷൻ കോഴ്സുകളുണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല കരിയർ അഡ്വാൻസ്മെന്റ് ഉണ്ടാവും, പ്രോഗ്രഷൻ ഉണ്ടാവും. അതുവഴി നമുക്ക് കൂടുതൽ ബെനിഫിറ്റ്സും നേടുന്നതിനൊക്കെ ഹെൽപ്പ് ആവും. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. സാറിന്റെ നോളേജ് ആൻഡ് എക്സ്പെർട്ടൈസ് ഈ ഒരു എൻറ്റയർ സെഷനിൽ അത് നല്ലോണം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ വ്യൂവേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം സർ. താങ്ക് യു ഫോർ ലിസണിങ് ടു മീ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും അവരവരെ കരിയറിൽ നല്ല പ്രോഗ്രഷൻ ഉണ്ടാവട്ടെ. അതുപോലെ കാർബൺ ബ്ലൂ അവർക്കും ഈ ഇങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനും അവരെ കരിയറിൽ ഹയർ പ്രോഗ്രഷനിൽ എത്താനൊക്കെ ഉള്ള ഒരു അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.